നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഓൾസോ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. യൂത്ത് കറേജ് സക്സസ്, ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അടിത്തറ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ അടിത്തറ ഇളകിയിരിക്കുന്ന അവസ്ഥയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ കറൻ്റ്ലി നമുക്ക് യൂത്ത് പ്ലെയേഴ്സ് ടീമിൽ കളിക്കുന്നില്ല. നമുക്ക് കറേജ്, ധൈര്യത്തിൽ നമ്മൾ ഒരു കളിയും സമീപിക്കുന്നില്ല. പിന്നെ സക്സസ് ഇല്ല. ഇത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു അക്കാഡമി റെക്കോർഡുണ്ട്. കഴിഞ്ഞ 88 ഇയേഴ്സ്, അതായത് ഒരു 4000+ ഗെയിംസ് ആയിട്ട് പ്രീമിയർ ലീഗ് മാച്ച് ഡേ സ്ക്വാഡിൽ ഒരു അക്കാഡമി പ്ലെയറെങ്കിലും സ്ഥാനം പിടിക്കാറുണ്ട്. അപ്പോൾ അതൊരു ട്രഡീഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. പക്ഷേ റൂബൻ അമറീമിൻ്റെ അണ്ടറിൽ ഈ ഒരു റെക്കോർഡിന് അതിൻ്റെ വാല്യൂ നഷ്ടപ്പെട്ടു എന്ന് വേണം എടുത്തു പറയാനായിട്ട്. കാരണം ഈ ഒരു സീസൺ നോക്കിക്കഴിഞ്ഞിരുന്നാൽ നമുക്ക് എത്ര അക്കാഡമി പ്ലെയേഴ്സ് നമ്മുടെ ടീമിൽ കളിച്ചിട്ടുണ്ട്. അതും ഒരേ ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ, അത് കോബി മെയ്നു ആണെങ്കിൽ ആകെ കളിച്ചിരിക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള മിനിറ്റ്സ് മാത്രമാണ്. അതും എടുത്ത് പറയാനായിട്ടൊരു ഒരു കംപ്ലീറ്റ് ഗെയിം കളിക്കുന്ന ഒരു മിനിറ്റ്സ് പോലും കോബി മെയ്നുവിന് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് വേണം പറയാനായിട്ട്. ഈ ഒരു സീസണിൽ 4 പ്ലെയേഴ്സ് മാത്രമേ ഉള്ളൂ പ്രീമിയർ ലീഗ് സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കാത്തത്. ഒന്ന് ടോം ഹീറ്റൺ, അറിയാം, തേർഡ് ഗോൾ കീപ്പറാണ്. ചാൻസ് കിട്ടാനായിട്ട് വളരെ കുറവാണ്. 2 ഗോൾ കീപ്പർമാർക്ക് പരിക്കുണ്ടെങ്കിൽ മാത്രം ടോം ഹീറ്റൺ വരും. പിന്നെ ടൈറൽ മലാസിയ, കഴിഞ്ഞ 2 സീസണായിട്ട് പരിക്കുമായിട്ട് ഇരിക്കുന്ന ഒരു പ്ലെയറാണ്. ലിസാൻഡ്രോ മാർട്ടിനസ്, കഴിഞ്ഞ ഒരു സീസണിൽ കൂടുതലായിട്ട് പരിക്കുമായിട്ട്, ACL പരിക്കുമായിട്ട് ഇപ്പോൾ ജസ്റ്റ് തിരിച്ചു വന്നേ ഉള്ളൂ. 4ാമത്തെ പ്ലെയർ കോബി മെയ്നു. അപ്പോൾ നമുക്കറിയാം ഈ കോബി മെയ്നുവിൻ്റെ കാര്യമാണ് ഈ അടുത്തിടെയായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. റൂബൻ അബ്രം 2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സുമായിട്ട്, അക്കാഡമി ഗ്രാജുവേറ്റ്സുമായിട്ട് ഫോൾ ഔട്ട് ആയതിനു ശേഷം അവർ ടീമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. അതായത് അലസാൻഡ്രോ ഗർണാച്ചോ ആൻഡ് മാർക്കസ് റാഷ്ഫോർഡ്. കോബി മെയ്നുവിൻ്റെ പേര് എടുത്ത് പറയാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തിടെയായിട്ട് ജേർണലിസ്റ്റുകൾ സ്ഥിരം അമറീമിൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, എന്തുകൊണ്ട് കോബി മെയ്നുവിന് ടീമിലേക്ക് ചാൻസ് ഇല്ല, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പോലും ടീമിൽ കളിക്കാത്ത അവസരത്തെക്കുറിച്ചിട്ടാണ് ചോദ്യം വന്നത്. ഈ ഒരു സമയത്ത് അമറീമിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വളരെ സാർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു ലാഫായിരുന്നു. അപ്പം കഴിഞ്ഞ ഗെയിമിൽ വെസ്റ്റ് ഹാമിന് ശേഷം ജേർണലിസ്റ്റ് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് 88 മിനിറ്റിൽ എന്തിന് ലിസാൻഡ്രോ മാർട്ടിനസിനെ കൊണ്ടുവന്നു, അതിന് പകരം ഒരു ഒഫെൻസീവ് പ്ലെയറിനെ കൊണ്ടുവരാമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ റൂബൻ അബ്രം ചോദിക്കുന്ന ഒഫെൻസീവ് പ്ലെയർ ആരാ? ഒഫെൻസീവ് പ്ലെയർ നിങ്ങൾ പറ. ജേർണലിസ്റ്റ് പറയുന്നു കോബി മെയ്നു. ആ സമയത്ത് ഒരു സർക്കാസ്റ്റിക് ലാഫാണ് അവിടെ അമറീമിൻ്റെ കയ്യിൽ നിന്ന് വന്നത്. അപ്പം അത് തന്നെ ഒരു ഇൻസൾട്ട് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. കോബി മെയ്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2 സീസണിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച പ്ലെയറാണ്. FA കപ്പ് നമ്മൾ വിജയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇംഗ്ലണ്ടിനെ യൂറോ ഫൈനൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചൊരു പ്ലെയർ, അവരുടെ ഫൈനലിൽ വരെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിന് ഇങ്ങനത്തെ ഒരു മിസ്ട്രീറ്റ്മെൻറ്റ് നൽകുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് പല രീതിയിലും ചർച്ച ചെയ്യാം. അതായത് കോബി മെയ്നു ഈ ടീമിലേക്ക് എങ്ങനെ വരും, ഈ ഒരു മിഡ്ഫീൽഡിലേക്ക് ചേരുന്നൊരു പ്ലെയർ ആണോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഈ ഒരു ചോദ്യം ഒന്നും വരത്തില്ലായിരുന്നു. ഇപ്പം ബ്രൂണോ ഫെർണാണ്ടസും കാസമീറോവും തകർപ്പൻ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാ കളിയിലും സൂപ്പർ പെർഫോമൻസ്, ഒരു 8 ഔട്ട് ഓഫ് 10 പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം എന്താ പറയുക, നമുക്കറിയാം അങ്ങനത്തെ പെർഫോമൻസ് ആണ്. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു പ്ലെയറിനെ കൊണ്ടുവരിക ആവശ്യമില്ല. പക്ഷേ ഇത്രയും പരിതാപകരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ടീമിൽ എന്തുകൊണ്ട് കോബി മെയ്നുവിന് ചാൻസ് കിട്ടുന്നില്ല? ബ്രൂണോ ഈസ് നോട്ട് പ്ലേയിങ് ഹിസ് നാച്ചുറൽ ഗെയിം. ബ്രൂണോ ഒരു 10ാം നമ്പർ കളിക്കാരനാണ്. ആ ബ്രൂണോനെ അൺനാച്ചുറൽ ആയിട്ടുള്ള പൊസിഷനിലിട്ട് കളിപ്പിക്കുന്നു. ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് ഹിസ് പ്രൊഡക്റ്റീവ് ഔട്ട്പുട്ട്. ഇത്രയും നല്ലൊരു പ്ലെയറിനെ ഇങ്ങനെ കളിക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുന്നത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ആൻഡ് ബ്രൂണോ ഹാഡ് ലോട്ട് ഓഫ് പുവർ ഗെയിംസ്, വളരെ മോശമായിട്ടുള്ളൊരു ഗെയിംസ് ഒത്തിരി ബ്രൂണോയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും കോബി മെയ്നുവിനെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നില്ല. പകരം അതിലും മോശമായിട്ടുള്ള ഉഗാർട്ടയാണ് ടീമിലേക്ക് വരുന്നത്. സോ എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് അമറീമിനൊരു പേഴ്സണൽ വെൻഡേറ്റ പോലെയാണ്. കാരണം പല ആൾക്കാരും ഈ ചോദ്യം ചോദിക്കുന്നു. അപ്പം
ഇത്രയും സ്റ്റബേണും അഡമൻ്റ് ആയിട്ടുള്ള ഒരു മാനേജർ നോക്കുമ്പോൾ ആഹാ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നു, എങ്കിൽ പിന്നെ ഒന്ന് കാണണമല്ലോ കോബി മേനു ഈ ടീമിൽ കളിക്കുന്നത്, എങ്കിൽ പിന്നെ ഇത് കാണിച്ചു കൊടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം ഈ പ്ലെയറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹി ഹാസ് ഹിസ് പോസിറ്റീവ്സ് ആൻഡ് വീക്ക്നെസ്. ഒത്തിരി പോസിറ്റീവ് ഉള്ള പ്ലെയറാണ്, അതിനനുസരിച്ച് വീക്ക്നെസ് ഉള്ള പ്ലെയറാണ്. സോ ഒരു കോച്ചിൻ്റെ ജോലി എന്താണ്? നമ്മുടെ ടീമിൽ ഉള്ള പ്ലെയേഴ്സിനെ അവർ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് കോച്ചിൻ്റെ ജോലി. അല്ലാതെ കോച്ച് വന്നു ചെയ്തിട്ട് എനിക്ക് ഈ ടീമിൽ കളിക്കാനായിട്ട് എംബാപ്പെ വേണം, അല്ലെങ്കിൽ മറ്റേത് വേണം, മറിച്ചത് വേണം, അങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എല്ലായിടത്തുനിന്നും പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ടുള്ള ഒരു ടീമിനെയാണോ കൊണ്ടുവന്ന് ഒരു കോച്ച് കളിപ്പിക്കേണ്ടത്? നോ, ദാറ്റ്സ് നോട്ട് ഹിസ് ജോബ്. ഹിസ് ജോബ് ഇസ് ടു പ്ലേ വിത്ത് വാട്ട് എവർ റിസോഴ്സസ് ഹി ഹാസ്. ഇപ്പം ഉള്ള പ്ലെയേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കോച്ചിൻ്റെ കഴിവ്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞിരുന്നാൽ നമ്മുടെ ടീമിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ള കളിക്കാരൊക്കെയാണ്? അമറും ഇമ്പ്രൂവ് ആക്കിയിട്ടുള്ള പ്ലെയേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എടുത്ത് പറയാനായിട്ടൊരു പ്ലെയർ പോലും ഇല്ല. ഉള്ള പ്ലെയേഴ്സിന് അവരുടെ ഗെയിം, അവരുടെ സ്ട്രെങ്ത് എല്ലാം കുറയ്ക്കാനായിട്ടുള്ള ഒരു രീതിയിൽ അമറുമിന് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പം ബ്രൂണോ ആയാലും അമാദ് ആയാലും എല്ലാ പ്ലെയേഴ്സും ഇവര് കഴിഞ്ഞ ഇതിനു മുമ്പ് കളിച്ചുകൊണ്ടിരുന്ന പെർഫോമൻസിൽ നിന്നെല്ലാം ഡൗൺഗ്രേഡ് ചെയ്തിട്ടേ ഉള്ളൂ. ആരെയും അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൊരു പെർഫോമൻസ് ഇതുവരെയ്ക്ക് വന്നിട്ടില്ല. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഒരു പ്ലെയറിന് ഇമ്പ്രൂവ് ആകാനായിട്ടുള്ള ചാൻസ് എങ്ങനെയാണ്? ആ പ്ലെയറിന് ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സ് മാക്സിമം ഒരു ഗെയിമിൽ കിട്ടുന്നതാണോ ആ പ്ലെയറിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യത? ഒരിക്കലുമല്ല. നമ്മൾ ഈ സഞ്ജു സാംസണിൻ്റെ കാര്യമൊക്കെ പറയുന്നത് കണക്കാം. ആണ്ടിലെ സംക്രാന്തിക്ക് ഒരു ഗെയിം കിട്ടും, ആ ഗെയിമിൽ സെഞ്ചുറി അടിക്കുകയും ചെയ്യണം, അതാണ് അവസ്ഥ. അപ്പം കോബി മേനുവിൻ്റെയും അവസ്ഥ ഏകദേശം അതുപോലെ തന്നെയാണ്. ആകെ പ്രീമിയർ ലീഗിൽ ഒരു 5-6 ഗെയിംസിൻ്റെ ഇടയ്ക്ക് ഒരു ഗെയിം കിട്ടും, ഒരു 5 മിനിറ്റ് കളിക്കാനായിട്ടുള്ള കിട്ടും. ഇപ്പോൾ പാലസുമായിട്ടുള്ളൊരു ഗെയിമിൻ്റെ അകത്തോ അത് കണക്കാം, ലാസ്റ്റ് 88-ാമത്തെയോ ആ മിനിറ്റിലാണ് കോബി മേനുവിനെ കൊണ്ടുവരുന്നത്. അപ്പം ഇത്രയും മാത്രം മിനിറ്റ്സ് കിട്ടുന്ന ഒരു പ്ലെയറിനെ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഐ തിങ്ക് കോബി മേനു പോകേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സമ്മറിൽ ഹി ഹാൻഡഡ് ട്രാൻസ്ഫർ റിക്വസ്റ്റ്, അതായത് ഒരു ലോൺ റിക്വസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതോറിറ്റിക്ക് കൊടുത്തു. ബട്ട് ഇറ്റ് വാസ് റിജക്റ്റഡ്. ആൻഡ് അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഹി നീഡ്സ് ടു ഫൈറ്റ് ഫോർ എ പ്ലേസ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ശരി. അപ്പം ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു. കോബി മേനു വീണ്ടും ആ ഒരു റിക്വസ്റ്റുമായിട്ട് പോകും എന്നുള്ളതാണ് അടുത്ത റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. വൈ നോട്ട്? കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇഫ് ഹി ഹാസ് ടു ഫൈറ്റ് ഫോർ എ പ്ലേസ് എന്താണ് ചെയ്യേണ്ടത്? ഹി നീഡ്സ് ടു ബി ഗിവൺ മിനിറ്റ്സ് വെൻ ദി അതർ പ്ലെയേഴ്സ് ആർ പ്ലേയിങ് പുവർ. എല്ലാ പ്ലെയേഴ്സും, ആ മിഡ്ഫീൽഡിലുള്ള പ്ലെയേഴ്സ് എല്ലാം മോശമായിട്ട് കളിക്കുന്നു, എന്നിട്ട് പോലും ചാൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് കോബി മേനുസ് ഫോൾട്ട്, ഇറ്റ് ഈസ് അമറുംസ് ഫോൾട്ട്. അമറുമിൻ്റെ സ്റ്റബേൺനെസ് കാരണമാണ് ഈ പ്ലെയറിന് കളിക്കാനായിട്ട് ചാൻസ് കിട്ടാതിരിക്കുന്നത്. എങ്ങനെ കളിക്കുന്നു, അല്ലെങ്കിൽ ഓക്കെ ഇത് ബാക്കിയുള്ളതിനെയും കാട്ടി മോശമാണ്, കോബിയുടെ പൊസിഷൻ ഇതില്ല എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ള പ്ലെയേഴ്സും ഔട്ട് ഓഫ് പൊസിഷനിൽ തന്നെയാണ് കളിക്കുന്നത്. സോ ലെറ്റ് ഹിം ഗെറ്റ് എസ് ചാൻസ്, ലെറ്റ് ഹിം ഗെറ്റ് ഇറ്റ്സ് മിനിറ്റ്സ് ടു പ്രൂവ് ഹിംസെൽഫ്. അത് കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം ഹി വിൽ നോട്ട് ഇംപ്രൂവ്. കോബി മേനുവിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഹി വാണ്ട് ടു പ്ലേ ഇൻ ദ വേൾഡ് കപ്പ് സ്ക്വാഡ്. അപ്പോൾ ഗെയിം ടൈം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ആൻഡ് ഫാബ്രിസിയോ റൊമാനോ പറയുന്നത് കേട്ടതെന്ന് വെച്ചാൽ നാപ്പോളി ആ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നുള്ളതാണ് അടുത്ത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നാപ്പോളിയിൽ കളിച്ചാൽ പോലും കോബി മേനുവിന് ആ ഒരു ടീമിൽ കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്ക്വാഡിൽ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് തോന്നുന്നില്ല. കാരണം എലിയട്ട് ആൻഡർസൺ ഉണ്ട്, പിന്നെ ആഡം വാട്ടൺ ഉണ്ട്, ഡെക്ലൻ റൈസ്. ഈ 3 എന്താ പറയുക റെഗുലർ പ്ലേയിങ് പ്ലെയേഴ്സ് കളിക്കുന്ന ഒരു ടീമിൽ കോബി മേനുവിനും ചാൻസ് വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നുള്ളൊരു കാര്യമല്ല. പിന്നെ എനിക്കൊന്ന് ജോർഡൻ ഹെൻഡേഴ്സണെയും ടുക്കലിന് ഇഷ്ടമുള്ളൊരു പ്ലെയറാണ്. സോ ഈ ഇത്രയും പ്ലെയേഴ്സ് ഉള്ള സ്ഥിതിക്ക് കോബി മേനുവിന് ആ ഒരു സാധ്യത കാണുന്നതേ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇഫ് ഹി ഈസ് നോട്ട് ഗ്രാൻറ്റഡ് എ ലോൺ മൂവ്, ഓക്കെ, ഉറപ്പായിട്ടും അടുത്ത സമ്മർ ആകുമ്പം ഹി വിൽ ഹാൻഡ് ഓവർ എ ട്രാൻസ്ഫർ റിക്വസ്റ്റ്. അത് കഴിഞ്ഞിട്ട് കോബി മേനുവിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. സോ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫീല് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്കാഡമിയിൽ നിന്ന് വന്നതിൽ ഒരു ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് കോബി മേനു. ഗാർനാച്ചോ ഒക്കെ പോയി, ഇപ്പോൾ റാഷ്വേർഡ് പോയി, മെക്ടോമിനെ പോയി, അങ്ങനെ കുറേ ഉണ്ടെങ്കിൽ പോലും കോബി മേനു എന്നുള്ളൊരു പ്ലെയറിൻ്റെ ഒരു സീലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്കാണ്, വലിയ സീലിംഗ് ആണ്.
ഉള്ളത്. മെക്ടോമിനി പോയി കഴിഞ്ഞാൽ ഉള്ള നമുക്കൊരു റിഗ്രറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയും കാട്ടി വലിയൊരു റിഗ്രറ്റ് ആകാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ് കോബി മെയ്നു. സോ ഐ തിങ്ക് ഈ ഒരു പ്ലെയർ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നാൽ വി വിൽ ഡെഫിനറ്റ്ലി റിഗ്രറ്റ് ഫോർ ആ ലൈഫ് ടൈം. കാരണം അത്രയ്ക്കും മികച്ചൊരു പ്ലെയറാണ്. ഉറപ്പായിട്ടും ഏതൊരു ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ടീമിന് നെടുന്തൂണാകാനായിട്ട് ഉള്ള ഒരു പ്ലെയറാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് മാനേജേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലൂയി വാൻ ഗാൽ ആയാലും മൊറീനോ ആണെങ്കിലും സോൾഷർ ആണെങ്കിലും പിന്നെ ടെൻ ഹാഗ് ആണെങ്കിലും ഇവരെല്ലാവരും ഈ അക്കാഡമി ഗ്രാജുവേറ്റ്സിന് അവസരം നൽകിയിട്ടുള്ള കോച്ചുമാരാണ്. അവരെല്ലാവരും അത്യാവശ്യം അക്കാഡമി പ്ലെയേഴ്സിനെ നല്ല രീതിയിൽ നർച്ചർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പല ആൾക്കാരും കളിച്ച് അവരുടെ എന്താ പറയുക ലെവൽ എത്താത്ത രീതിയിലും പോയിട്ടുണ്ട്. പല ആൾക്കാരും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് അതിനുശേഷം അവർ മൂവ് ഔട്ട് ചെയ്തിട്ടുള്ള പ്ലെയേഴ്സും ഉണ്ട്. സോ ഇറ്റ്സ് അബൌട്ട് ഗിവിങ് ചാൻസ് അല്ലേ. നമ്മുടെ ഈ ഒരു 88 വർഷത്തെ ഈ ഒരു റെക്കോർഡ്, ഇതിൻ്റെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലബിൻ്റെ തന്നെ ഒരു അടിത്തറ എന്നൊക്കെ പറയുന്ന ഈ ഒരു കാര്യം അതിന് അണ്ടർ വാല്യൂ ചെയ്യുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലബിൻ്റെ തന്നെ ഒരു ഫീലിന് താക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഐ തിങ്ക് അമറും നീഡ്സ് ടു ലെറ്റ് ഗോ ഓഫ് എ സ്റ്റബേൺനെസ്. ഇപ്പോൾ ഗെയിമിൻ്റെ കാര്യത്തിലായാലും പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഹീ ഈസ് വെരി സ്റ്റബേൺ ആൻഡ് ഹീ നീഡ്സ് ടു ഷോ മോർ കറേജ്. നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്, യൂത്ത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ കറേജാണ്. ലൈക്ക് റിസ്ക് എടുക്കുക, ഷോ മോർ ഹാർട്ട്. അല്ലെങ്കിൽ ഒരു പ്ലെയർ, നമ്മൾ ഈ ടീം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മോശം കളിക്കാനായിട്ടൊന്നുമില്ല, എല്ലാവരും മോശമായിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു യൂത്ത് പ്ലെയറിന് ഒരു അവസരം കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ എന്തായാലും മോശമാണ്. അപ്പോൾ അവർ ആ ടീമിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ സ്പാർക്ക് കൊണ്ട് നമ്മുടെ ടീം മെച്ചപ്പെടാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വുഡ് നമ്മുടെ ടീമിൻ്റെ ഒരു മൊറാൽ ബൂസ്റ്റ് തന്നെ കൊണ്ടുവരുന്നൊരു. സോ ഐ തിങ്ക് ഫ്രീ കോബി മെയ്നു, അത്രേ പറയാനായിട്ടുള്ളൂ. കാരണം ലെറ്റ് ഹിം ഗോ എൻജോയ് ഹിസ് ഫുട്ബോൾ. അവൻ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ടീം വിട്ടു പോകാനോ അല്ലെങ്കിൽ എന്താ പറയുക ടീമിൽ കളിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ചോദ്യം. അല്ലെങ്കിൽ അവന് ഇപ്പം ഗർണാച്ചോ ഒക്കെ ചെയ്ത കണക്ക് എനിക്കിവിടെ കളിക്കണ്ട, എന്നെ വിടൂ, അല്ലെങ്കിൽ ഞാൻ വേറെ ടീമിൽ പോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലെയർ അല്ല. അവനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്നെ കളിക്കാൻ അനുവദിക്കൂ, ഇല്ലെങ്കിൽ എന്നെ വേറെ ടീമിലേക്ക് പോകും, ലോൺ മൂവ് മതി, ഞാൻ ലോണിൽ പോയി കളിച്ചിട്ട് ഞാൻ എൻ്റെ ഫുട്ബോൾ എൻജോയ് ചെയ്യട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നൊരു പ്ലെയറാണ്. സോ മറ്റു പ്ലെയേഴ്സിനെ പോലെ ഇപ്പോൾ റാഷ്ഫോർഡിനെ പോലെയോ ഗർണാച്ചോനെ പോലെയോ എന്താ പറയുക കോച്ചിനെതിരായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നൊരു പ്ലെയറൊന്നും അല്ല. വളരെ വിനയത്തോടു കൂടി നിൽക്കുന്നൊരു പ്ലെയറാണ്. ആ മുഖം കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം ലൈക്ക് എന്തുമാത്രം ചിരിച്ച് കളിച്ച് നടന്നൊരു പ്ലെയർ ഇപ്പോൾ ഏറ്റവും അവസാനം കാണുന്നതെന്ന് പറഞ്ഞാൽ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു രീതിയിലാണ്. സോ ലെറ്റ് ഹിം ഗോ പ്ലേസ് ഫുട്ബോൾ, ലെറ്റ് ദ സ്മൈൽ കം ബാക്ക്. ഓക്കെ, അത് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സോ വാട്ട് എവർ ഇറ്റ് ഇസ് കമൻസിൽ എഴുതി അറിയിക്കുക. ഷുഡ് കോബി മെയ്നു ലീവ് ഓർ ഷുഡ് ഹീ സ്റ്റേ? സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ബൈ.